नमस्ते ऑल। आज हम सेट हिंदी सिलेबस के बारे में ചർച്ച करेंगे। നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് ഹിന്ദി കേരള സെറ്റ് ഹിന്ദി സിലബസിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സെറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞു, എല്ലാവരുടെയും അഭിപ്രായം മാക്സിമം ടഫ് ആയിരുന്നു എന്നൊക്കെ ആയിരുന്നു. പക്ഷെ എന്നിരുന്നാലും എന്തുകൊണ്ടാണ് നമ്മൾ ടഫ് ആയത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതൊരു എക്സാമും ക്രാക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ സിലബസിനെ പറ്റി വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. സിലബസ് അറിഞ്ഞു പഠിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് എന്ത് സെറ്റ്. എന്നിരുന്നാലും 10% കൂടുതൽ ആളുകൾ സെറ്റ് പാസ്സാവുന്നില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് വ്യക്തമായ രൂപത്തിൽ പഠിക്കുന്നില്ല. ഒരു കേട്ടറ്റ് എക്സാം പോലെ നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പാസ്സാവില്ല. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു 6 മന്ത് ഡ്യൂറേഷനിൽ ഒരു കോഴ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് സെറ്റ് വളരെ മനോഹരമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റൂ. നമ്മുടെ സിലബസ് വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്, പക്ഷെ അത്രയും നമുക്ക് എന്ത് വരുന്നില്ല, നമുക്കൊരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നില്ല. എന്നിരുന്നാലും നമ്മൾ പഠിച്ച ഹിന്ദി സാഹിത്യമാണെങ്കിൽ ഹിന്ദി ലിറ്ററേച്ചറിന്റെ ഏകദേശം ഒരു 120 മാർക്കോളം നമുക്ക് വരുന്നുണ്ട്. ആ 120 മാർക്കിനെ നമ്മൾ എന്ത് ചെയ്യുക, ഹിന്ദി സാഹിത്യത്തെ അടുക്കും ചിട്ടയും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെയാണ് സിലബസിൽ ഉൾപ്പെടുത്തിയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വരുന്നത് യൂണിറ്റ് 1 വരുന്നത് ഹിന്ദി സാഹിത്യ കാ ഇതിഹാസ്. ഹിന്ദി സാഹിത്യ കാ ഇതിഹാസ് ആദികാൽ സെ പൂർവ് ഭാരതേന്ദു യുഗ് തക്ക്. ആദികാലിന്റെ മുൻപ് തൊട്ട് ഭാരതേന്ദു യുഗ് വരെയാണ് എവിടെ വരുന്നത്, യൂണിറ്റ് 1 വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അവിടെ തന്നെ യൂണിറ്റ് 1 ഇത്രയും കാര്യങ്ങൾ നമ്മൾ മൊഡ്യൂൾ ആയിട്ട് തരംതിരിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ സിലബസിനെ കീറി മുറിക്കാന്നല്ലാതെ വെറും സിലബസ് അല്ല നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോ ജസ്റ്റ് പറയുകയാണെങ്കിൽ മൊഡ്യൂൾ 1 ആദികാലീന കാവ്യയില് ഭക്തികാലീന കാവ്യ, രീതികാലീന കാവ്യ, ഇതാണ് മൊഡ്യൂൾ ഫസ്റ്റില് മെയിൻ ആയിട്ട് വരുന്നത്. ആദികാലീന കാവ്യ, ഭക്തികാലീന കാവ്യ, രീതികാലീന കാവ്യ. കൂടാതെ ആദികാലീന ഭാഷ, മധ്യകാലീന ഭാഷ, ആദികാലീന സംസ്കൃതി, ആദികാല സംസ്കാരങ്ങൾ, ഇതൊക്കെയാണ് ഏതിൽ വരുന്നത്, മൊഡ്യൂൾ 1 വരുന്നത്. ഓക്കെ, പിന്നെ മധ്യകാല സംസ്കൃതി. മൊഡ്യൂൾ 2 നോക്കുകയാണെങ്കിൽ ഹിന്ദി കഹാനി പരിസ്ഥിതിയ, രീതികാലീന ഭാഷ, രീതികാൽ കാ സൗന്ദര്യ സ്തർ, രീതികാലീന കാവ്യധാര, രീതിമുക്ത്, രീതിബദ്ധ്, രീതിസിദ്ധ്, രീതികാലീന ശൃംഗാരികത. ഓക്കെ, ഇത്രയാണ് ഇതിൽ വരുന്നത്, മൊഡ്യൂൾ 2 വരുന്നത്. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേക കവികളെ എടുത്ത് പറഞ്ഞിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോ ആദികാല് പറയുകയാണെങ്കിൽ ആദികാലിലെ പൃഥ്വിരാജ് രാസോയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, രാസോ കവികൾ ചോദിക്കാറുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് അതിൽ തന്നെ അമീർ ഖുസ്രു, വിദ്യാവതി, ഇവരെ പറ്റിയൊക്കെ നമുക്ക് എന്ത് പഠിക്കണം, ആദികാലില് നമ്മൾ പഠിച്ചു പോകണം. അപ്പൊ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എല്ലാരെയും അങ്ങനെ സെപ്പറേറ്റ് എടുത്ത് പറയുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് മൊഡ്യൂൾ 3ലേക്ക് മൊഡ്യൂൾ 2 ആണ് യൂണിറ്റ് 1 വരുന്നത്. യൂണിറ്റ് 2 വരുന്നത് ഹിന്ദി സാഹിത്യ കാ ഇതിഹാസ് ഭാരതേന്ദു യുഗ് സെ 1940 തക്ക്. ഭാരതേന്ദു യുഗ് തൊട്ട് 1940 വരെയുള്ള കാലം എന്തിൽ പറയുന്നുണ്ട്, ഹിന്ദി സാഹിത്യ കാ ഇതിഹാസിൽ പറയുന്നുണ്ട്, ഭാരതേന്ദു യുഗത്തിൽ നിന്നും. ഓക്കെ, അതിൽ തന്നെ മൊഡ്യൂൾ 1 ഭാരതേന്ദു സെ ദ്വിവേദി യുഗ്, ഭാരതേന്ദു തൊട്ട് ദ്വിവേദി യുഗ് വരെ സാഹിത്യ പ്രയോഗ്, കാവ്യ, നാടക, കഥ, സാഹിത്യ, ആലോചന, ഗതിയേവം, അനുദിത് സാഹിത്യ, സാഹിത്യ പത്രകാരികത, ഉദ്ഭവ एवं विकास, नवजागरण, प्रथम स्वतंत्रता आंदोलन, शिक्षा संशोधन की भूमिका, ഭാഷ കാ മാനകികൻ, ഘടിമൂലിക വികാസ്. ഏകദേശം ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ആധുനിക കാലത്തില് ഭാരതേന്ദു യുഗത്തിലാണ് എന്ത് ചെയ്യുന്നത്, ആധുനിക കാലം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഭാരതേന്ദു യുഗത്തിലെ ഭാഷ പറയണം, ഭാരതേന്ദു യുഗത്തിന്റെ പ്രവർത്തകൻ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര, അന്യ കവികൾ, അന്യരചനക്കാർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയണം ഭാരതേന്ദു യുഗത്തിൽ. പിന്നെ നമ്മൾ ദ്വിവേദി യുഗ് പറയണം, ദ്വിവേദി യുഗത്തിലെ ഭാഷ പറയണം, ദ്വിവേദി യുഗത്തിലെ മുഖ്യ പ്രവർത്തകർ പറയണം. മഹാവി പ്രസാദ് ദ്വിവേദി, മെയിൻ ആയിട്ട് മഹാവി പ്രസാദ് ദ്വിവേദിയെ പറ്റി പറയണം. അതിൽ തന്നെ മൈഥിലി ശരൺകുത്തി ഇവരെ പറ്റിയൊക്കെ നമ്മളൊരു വ്യക്തമായ ധാരണ ഉണ്ടാക്കി വെക്കണം. ഓക്കെ, അപ്പോ മെയിൻ ആയിട്ട് ഓരോ രചനക്കാരെ എടുത്തിട്ട് നമ്മൾ പഠിക്കണം. നെക്സ്റ്റ് വരുന്നത് ഭാരതേന്ദു യുഗ് ദ്വിവേദി കഴിഞ്ഞാൽ നമുക്ക് ഛായാവാദാണ് മൊഡ്യൂൾ 2 വരുന്നത്. ഛായാവാദ ദാർശനിക പൃഷ്ഠഭൂമി
पाश्चात्य प्रभाव, प्रमुख कवि एवं काव्य, छायावादी समीक्षा, ब्रज भाषा काव्य, രാഷ്ട്രീയ സാംസ്കൃതിക കാവ്യധാര ഏവം പ്രമുഖ കാവ്യ ഹാലാവാദി. എന്തൊക്കെയാണ് ഛായാവാദില്? നമ്മളിപ്പോ ഛായാവാദിലെ പ്രമുഖ കവികൾ ആരൊക്കെയാണ്? പ്രസാദ് പന്ത്, നിരാല, മഹാദേവ് വർമ്മ. അവരെ പറ്റി വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കണം. ഈ ഛായാവാദിൽ തന്നെ നമുക്ക് പാശ്ചാത്യ രാജ്യങ്ങളെ അനുകരിച്ചാണ് ഛായാവാദ് ഉണ്ടായത്. അപ്പൊ ഛായാവാദ് മെയിൻ ആയിട്ട് ഹാലാവാദ് കവികള്, ഇവരെ പറ്റിയൊക്കെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സമ്മറി ഉണ്ടാക്കി വെക്കണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3 മനോവൈജ്ഞാനിക സമീക്ഷ, മാർക്സ്വാദി സമീക്ഷ, ആധുനികവാദ്, അസ്തിത്വവാദ്, യഥാർത്ഥവാദ്, പ്രകൃതിവാദ്, പ്രതിവാദ്, ബിംബവാദ്, പ്രഭാവവാദ്, രൂപവാദ്, സംരചനാവാദ്, ഉത്തർ സംരചനാവാദ്, ഉത്തർ ആധുനികവാദ്. അപ്പൊ ഇത്രയും കുറെ വാദങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോ ഇത് കഴിഞ്ഞ യൂണിറ്റ് 4 ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലാംഗ്വേജ് സ്ട്രക്ചർ ഗ്രാമറിൽ വരുന്നത് നമുക്ക് മെയിൻ ആയിട്ട് എന്താ? ग्रामर पार्ट मॉड्यूल 1 हिंदी की अधिष्ठित पृष्ठभूमि, भाषिक स्वरूप, हिंदी का व्यवहारिक क्षेत्र, लिपि का उद्भव और विकास, देवनागरी लिपि, ഭാഷ ലിപി എന്ന പാർട്ടിൽ നിന്ന് നമുക്ക് എന്ത് വരുന്നത്? ഭാഷയെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ ഭാഷയുടെ പാർട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മളിപ്പോ കേട്ടത്തിലൊക്കെ ആണെങ്കിൽ ഉപഭാഷകൾ ബോലികളാണ്. ഈ ഉപഭാഷകള്, ഈ ബോലികള്, ഉപഭാഷകളിൽ തന്നെ ബോലികളുടെ ഏതൊക്കെ പ്രദേശങ്ങളിൽ സംസാരിക്കുന്ന ബോലികൾ, ഇങ്ങനെ ഓരോന്നും കാറ്റഗറൈസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് മൊഡ്യൂൾ 2 വരുന്നത് ഹിന്ദി വ്യാകരൺ, സംഖ്യ, സർവന, വിശേഷൺ, അവ്യയ്, കാരക്, വാചൻ, ലിംഗ്, കാല്, വാച്യ, वाक्य के प्रकार, സന്ധി, സമാസ്, ഹിന്ദിക്ക് പ്രമുഖ വ്യാകരണി, പ്രമുഖ വ്യാകരണാർത്ഥ ഗ്രന്ഥി. ഇത്രയാണ് എന്തിൽ വരുന്നത്? ഗ്രാമറിൽ വരുന്നത്. അത് ഏത് എക്സാം ആണെങ്കിലും നമുക്ക് ഹിന്ദി ഗ്രാമർ ഇത്ര തന്നെയാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ഇനി യൂണിറ്റ് 5 നോക്കുകയാണെങ്കിൽ പാശ്ചാത്യ കാവ്യശാസ്ത്രത്തിൽ നമുക്ക് മെയിൻ ആയിട്ട് പ്ലാറ്റോ പഠിക്കാനുണ്ട്. പിന്നെ പ്ലാറ്റോ ഉണ്ട്, അനുകരൺ സിദ്ധാന്ത്, അരസ്തുവിന്റെ സിദ്ധാന്തം പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് ഏതാണ്? ദണ്ഡി, വാമഹ്, ഇവരെ പറ്റിയൊക്കെ കാവ്യശാസ്ത്രവും പാശ്ചാത്യ കാവ്യശാസ്ത്രവും നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് മൊഡ്യൂൾ 2 ഭാരതീയ കാവ്യശാസ്ത്ര പ്രമുഖ കാവ്യ സിദ്ധാന്തങ്ങൾ ചോദിക്കുന്നുണ്ട്. ഭരതമുനിയുടെ രസസൂത്രങ്ങൾ ചോദിക്കുന്നുണ്ട്. ഭാമഹ്, ഇവരെ പറ്റിയൊക്കെ, ദണ്ഡി, ഇവരെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കണം. वामन का रीതി സിദ്ധാന്ത്, കുണ്ടൽ का വക്രോക്തി സിദ്ധാന്ത്, ആനന്ദ് വർദ്ധൻ का ധ്വനി സിദ്ധാന്ത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് മൊഡ്യൂൾ 3 വരുന്നത് ചന്ദ്, ദോഹ, ചൗപ്പായി, സോരട്ട, ഇന്ദ്രവജ്ര, വസന്ത്, മന്ത്രകാന്ത, അലങ്കാർ, അനുപ്രാസ്, യമക്, ശ്ലേഷ്, വക്രോക്തി, ഉപമ, രൂപക്, ഉത്പ്രേഷ്, വ്യതിരോക്തി, വിരോധ. ഇതിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുണ്ട്. അപ്പൊ 120 ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നമുക്ക് എല്ലാത്തിൽ നിന്ന് എന്ത് വരുന്നുണ്ട്? ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റ് 6 ആണ്. ഫങ്ഷണൽ ഹിന്ദിയിൽ ട്രാൻസ്ലേഷന്റെ ലിംഗ്വിസ്റ്റിക്കിൽ വരുന്നത്. മൊഡ്യൂൾ 1 നമുക്ക് പ്രയോജൻ മൂലക ഹിന്ദി വരുന്നുണ്ട്. പ്രയോജൻ മൂലക ഹിന്ദിയിൽ ഹിന്ദിക്ക് വിവിധ രൂപ, രാജഭാഷ, രാഷ്ട്രഭാഷ വരുന്നുണ്ട്. വ്യവഹാരിക ഭാഷ വരുന്നുണ്ട്. നിയം പാരിഭാഷി ശബ്ദാവലി വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഹിന്ദിക്ക് ഇന്റർനെറ്റ്, പത്രകാരികത, ഉദ്ഭവർ, വികാസ്, സമാജ്, സങ്കലൻ, അവതരൻ. ഇത് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്? അനുവാദ്, പരിഭാഷ, അനുവാദ് കെ പ്രകാർ, അനുവാദ് കെ ഗുൺ, ദുഭാഷി അധിനിയം, പാരിഭാഷി ശബ്ദാവലി के अनिवार्य गुण, मशीनी अनुवाद, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ की അവതാരൺ. അപ്പൊ ഏകദേശം പ്രയോജൻ മൂലക ഹിന്ദിയിൽ രാജഭാഷ, രാഷ്ട്രഭാഷ വരുന്നുണ്ട്, ആർട്ടിക്കിൾ വരുന്നുണ്ട്, അനുച്ഛേദ് വരുന്നുണ്ട്. 343 മുതലുള്ള അനുച്ഛേദം നമുക്ക് ചോദിക്കാറുണ്ട്. അത് ഓരോ പ്രദേശത്തും പ്രാബല്യത്തിൽ വന്നത് ചോദിക്കുന്നുണ്ട്, ഹിന്ദി പ്രാബല്യത്തിൽ വന്ന ദിവസങ്ങള്. പിന്നെ അതുകൂടാതെ നമുക്ക് എന്താണ്? അനുവാദ് ചോദിക്കുന്നുണ്ട്. മൊഡ്യൂൾ 3 ശബ്ദവിജ്ഞാൻ, ധ്വനിവിജ്ഞാൻ, രൂപവിജ്ഞാൻ, വാക്യവിജ്ഞാൻ, अर्थविज्ञान, साहित्य के आदि नियम, भाषा विज्ञान के अंगन की उपयोगिता, वाक्यांतर के अवयव, ബാലാഘാത്, സുരാഘാത്, ഇതൊക്കെ നമുക്ക് എന്ത് ചോദിക്കുന്നുണ്ട്? ശബ്ദവിജ്ഞാൻ എന്നുള്ള ചാപ്റ്ററിനാണ് നമുക്ക് മൊഡ്യൂൾ 3 വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും വരുന്നത് എന്ത്? നമ്മുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് ഏരിയകളുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ വളരെ സിസ്റ്റത്തിൽ ഹിന്ദി സാഹിത്യ, ഇതിഹാസ്, ദാസാദ് താസിൽ സ്റ്റാർട്ട് ചെയ്ത് ഉപന്യാസ, കഹാനി, നാടക് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? നല്ല രീതിയിൽ നമുക്ക്
അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമുക്ക് ഹിന്ദി സെറ്റ് സിലബസിനെ പറ്റി പഠിക്കാനുള്ളത്. നമ്മൾ എബിക്കിൽ വളരെ കൂടുതൽ എന്താ പറയുക, ഹിന്ദിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് എബിക് ലേണിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടറ്റിന്റെ കൂടെ കേട്ടറ്റ് HSA JLT കൂടാതെ സെറ്റിന്റെ ക്ലാസ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രഗത്ഭരായ ഞങ്ങൾ ഒരു കൂട്ടം എന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം അധ്യാപകർ നയിക്കുന്ന ക്ലാസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നമ്മുടെ അഡ്മിഷൻ ഏകദേശം ഒരു എന്താ പറയാ ഫെബ്രുവരി 1st വീക്കോട് കൂടി നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ്. താങ്ക് യു.